നമസ്കാരം. അണ്ണാൻകുഞ്ഞ് തന്നാലായതെന്ന ഒരു പഴയ പ്രയോഗമുണ്ട്. ബി ജെ പിക്ക് 3 നിയമസഭാ അംഗങ്ങളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ജനമധ്യത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്നു. കോൺഗ്രസുകാർ മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള തർക്കമാണ് കഴിഞ്ഞ 10 ദിവസമായി നടത്തുന്നതെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കുള്ള അടക്കിപ്പിടിച്ച ചർച്ചയാണ് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് CPM-ഉം CPI-യും തമ്മിൽ. രണ്ടുപേരും അവരവർക്കാവുന്ന രീതിയിൽ കാര്യങ്ങൾ ജനമധ്യത്തിൽ അവതരിപ്പിക്കുമ്പോഴാണ് മൂന്നാമതൊരു പാർട്ടി ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ പാർലമെന്ററി പാർട്ടി ലീഡറാക്കണമെന്നാണ് ഒരു വശത്തു നിന്നുള്ള ആവശ്യം. എന്നാൽ താനാണ് ഇത്തിരി മൂത്ത നേതാവെന്നും തനിക്കാണ് ആ സ്ഥാനം അവകാശപ്പെട്ടതെന്നുമാണ് വി മുരളീധരൻ പറയുന്നത്. ചാത്തന്നൂരിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഗോപകുമാർ ഞാൻ ഈ നാട്ടുകാരനല്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു. കാര്യങ്ങളുടെ നിജസ്ഥിതിയിലേക്ക് ഇറങ്ങി പരിശോധിച്ചാൽ വി മുരളീധരന് നിയമസഭാ കക്ഷി നേതാവാകാനുള്ള യോഗ്യതയുണ്ടെങ്കിലും അവകാശം പറയാനുള്ള ന്യായമില്ല. കാരണം അദ്ദേഹം പാർട്ടി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് നിയമസഭയിലേക്ക് എത്തി നോക്കാൻ പോലും സാധിച്ചിട്ടില്ല. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ പല പിടിപ്പുകേട് കാണിച്ചാലും പണിയെടുത്ത് 3 പേരെ വിജയിപ്പിച്ചത് കാണാതെ പോകുന്നത് ശരിയല്ല. വിന്നബിലിറ്റി മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് അടിസ്ഥാനമെന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖരന് താല്പര്യമില്ലാത്ത പലരെയും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും 3 പേരെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ തരംഗമുള്ള ഈ സമയത്ത് ഒരാൾക്ക് 2 പദവി വേണ്ട എന്ന മുരളീധരന്റെ വാദം അംഗീകരിച്ചാൽ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുകയും മറ്റൊരാളെ പാർട്ടി പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നതാണ് ഉചിതമായ നടപടി. MLA എന്ന സ്ഥാനം കയ്യിലുള്ളത് കൊണ്ട് തന്നെ വി മുരളീധരൻ പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യോഗ്യനുമല്ല. പാർട്ടിയിൽ അനുഭവ സമ്പത്തും ബഹുജന പിന്തുണയുമുള്ള ആരെയെങ്കിലും അതാരും ആകട്ടെ ആ സ്ഥാനത്ത് നിയോഗിക്കുന്നതായിരിക്കും നല്ലത്. വി മുരളീധരനെ പറ്റി പൊതുവെ ഉള്ള അഭിപ്രായം അദ്ദേഹത്തിന്റെ തൻപ്രമാണിത്തമാണ്. എന്റെ തല എന്റെ ഫ്ലെക്സ് എന്ന് ശ്രീനിവാസൻ സിനിമയിൽ പറയുന്ന അതേ അവസ്ഥയാണ് വി മുരളീധരൻ്റേത്. കെ സുരേന്ദ്രൻ പാർട്ടി പ്രസിഡന്റായിരുന്ന കാലത്ത് പിൻസിൽ ഡ്രൈവിംഗ് നടത്താൻ ഇയാൾ കുറേ ശ്രമം നടത്തിയിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. TG മോഹൻദാസ് എന്ന BJP തത്വചിന്തകൻ മുൻപ് പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രധാനമന്ത്രി രാജ്യസഭയിൽ പ്രസംഗിക്കാൻ വരുമ്പോൾ എങ്ങനെയെങ്കിലും ക്യാമറയുടെ ശ്രദ്ധയിൽ വരത്തക്ക രീതിയിൽ പ്രധാനമന്ത്രിയോടൊപ്പം പുറകിലോ വശത്തോ ഒക്കെയായി വി മുരളീധരൻ തപ്പിക്കളിച്ചു നിൽക്കുമായിരുന്നു. പാർലമെന്ററി കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ തന്റെ ചുമതലയാണ് പ്രധാനമന്ത്രി രാജ്യസഭയിൽ വരുമ്പോൾ കൂടെ നിൽക്കേണ്ടതെന്നാണ് വി മുരളീധരൻ അതിന് മറുപടി പറഞ്ഞത്. ഇതിനു മുമ്പും ഇതിനു ശേഷവും പാർലമെന്ററി കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിമാർ കേന്ദ്ര സർക്കാരിൽ ഉണ്ടായിരുന്നിട്ടുണ്ടെന്ന കാര്യം മുരളീധരൻ വിസ്മരിക്കരുത്. അവരാരും ഇങ്ങനെ ഒരു ആക്ഷേപത്തിന് ഇട നൽകിയിട്ടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പണ്ട് ബാർക്കോഴ ആക്ഷേപം മുന്നിൽ നിൽക്കുന്ന സമയത്ത് കേരള കോൺഗ്രസിനെയും KM മാണിയെയും ജോസ് കെ മാണിയെയും NDA മുന്നണിയിൽ എത്തിക്കുവാൻ നടത്തിയ ശ്രമം അത് പൊളിച്ചു കളഞ്ഞത് വി മുരളീധരനാണെന്ന TG മോഹൻദാസ് പറഞ്ഞു വെച്ചത്. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് കോട്ടയം ജില്ലയിലെ ഏതോ ഒരു വേദിയിൽ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റായ സുരേന്ദ്രനും KM മാണിയും തമ്മിൽ നടത്തുവാനിരുന്ന കൂടിക്കാഴ്ച ദിവസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചതാണ്. എന്നാൽ സുരേന്ദ്രനെ പോലെയുള്ളവർ മുൻകൈയെടുത്ത് നടത്തിയ ആ നീക്കം അട്ടിമറിച്ചത് വി മുരളീധരനാണെന്നാണ് പറയപ്പെടുന്നത്. അതിന് മുരളീധരൻ തെരഞ്ഞെടുത്ത വഴി അന്ന് രാവിലെ 9 മണിക്ക് KM മാണിയുടെ വീടിന് മുന്നിൽ KM മാണിക്കെതിരെ സമരം ഉദ്ഘാടനം ചെയ്തതുകൊണ്ടാണ്. ഇത് കണ്ട് ക്ഷുഭിതനായ ഇടനിലക്കാരൻ തന്നെ ഉച്ച കഴിഞ്ഞ് നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച പരിപാടി റദ്ദാക്കി കളഞ്ഞുവെന്നാണ് പറഞ്ഞു കേട്ടത്. കേരളത്തിൽ നിന്ന് മറ്റൊരാൾ തന്റെ തലയ്ക്ക് മുകളിലൂടെ കേന്ദ്ര സർക്കാരിൽ ഒരു പദവിയിൽ വരുന്നത് മുരളീധരന് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് TG മോഹൻദാസ് പറയുന്നത്. ഉച്ച കഴിഞ്ഞ് അനുരഞ്ജന ചർച്ചയും രാവിലെ പ്രകോപനപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത് ശരിയായ ഒരു കാഴ്ചപ്പാട് അല്ലെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞത്. ഏതായാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ വളർച്ച തടഞ്ഞ് കൂമ്പ് നുള്ളിക്കളയുന്നത് വി മുരളീധരനെ പോലെയുള്ള നേതാക്കന്മാർ തന്നെയാണ്. ക്രിസ്തുവിനോടും ക്രിസ്ത്യാനിയോടും അവരുടെ സുവിശേഷത്തോടും അറപ്പും വെറുപ്പുമാണെങ്കിലും ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾ ഉണ്ടാകരുതെന്ന പിതാവായ ദൈവത്തിന്റെ 10 കൽപ്പനകളിൽ ഒന്നിൽ വിശ്വസിച്ചാണ് ഇവരെല്ലാം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഏതായാലും എന്തോ ഭാഗ്യത്തിന് വിജയിച്ചു കയറിയ വി മുരളീധരൻ വിജയശില്പിയായി
മുന്നിൽ നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നതിന് തുല്യം.